മാസങ്ങൾക്ക് മുൻപ് 50 പവൻ സ്വർണം കവർന്ന സ്ഥലത്തിന് 2 കിലോമീറ്റർ മാറി 73 പവൻ കവർന്ന കള്ളന്മാരെ കണ്ടെത്താൻ പോലീസിന്റെ ഊർജിത ശ്രമം. കോട്ടയത്ത് റബ്ബർ ബോർഡ് ക്വാർട്ടേഴ്സിലാണ് വമ്പൻ മോഷണം നടന്നിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സംഘമാണെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മാങ്ങാനത്തെ വില്ലയിൽ കയറി 50 പവൻ സ്വർണം കൊണ്ടുപോയ പ്രതികളുടെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മുഖ്യപ്രതിയായ മധ്യപ്രദേശുകാരനായ ഗുരു സജനെ അതിസാഹസികമായി പോലീസ് പിടികൂടിയിരുന്നു. എന്നാൽ അന്നത്തെ മോഷണത്തിൽപ്പെട്ട 4 പേർ ഇപ്പോഴും ഒളിവിലാണ്. ഈ സംഘമാകാം നിലവിലെ മോഷണത്തിന് പിന്നിലുമെന്നാണ് പോലീസ് കരുതുന്നത്. 50 പവൻ മോഷണത്തിലെ പ്രതിയായ ഗുരു സജനെ ഗുജറാത്തിലെ മോർബിയിൽ നിന്നാണ് പിടികൂടിയത്. എന്നാൽ ഈസ്റ്റ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ഗുരു സജൻ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. മോഷ്ടിച്ച 50 പവൻ എവിടെയാണെന്ന് പോലും ഇനിയും കണ്ടെത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജ് ക്വാർട്ടേഴ്സിൽ നിന്ന് PG ഡോക്ടറുടെ 20 പവൻ കൊള്ളയടിക്കപ്പെട്ടിരുന്നു. എല്ലാത്തിനും പിന്നിൽ ഉത്തരേന്ത്യക്കാരായ ഒരേ സംഘമാണെന്നാണ് സംശയിക്കുന്നത്. രാജ്യത്ത് നിരവധി കേസുകളിൽ പ്രതികളായ ഇവർ ആയുധധാരികളായതുകൊണ്ട് തന്നെ ഈ കൊള്ളസംഘത്തെ പിടികൂടുക അത്ര എളുപ്പവുമല്ല. മലയാളം ടെലിവിഷൻ, കോട്ടയം. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാണേലും കണ്ണൂരിനെ ഉഴുതുമറിയിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?